അതെ. السلام عليكم ورحمة الله. الحمد لله حمدا كثيرا طيبا مباركا فيه الذي أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. والضحى والليل إذا سجى ما ودعك ربك وما قلى. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്നും അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ പടച്ച റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ജുൻദുബ് ഇബ്നു അബ്ദില്ല റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സുഖമില്ലാതെയായി. മഹാനായ ജുൻദുബ് ഇബ്നു അബ്ദില്ല റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ പ്രവാചകന്റെ മുഖത്ത് വല്ലാത്തൊരു സങ്കടം അനുഭവപ്പെടുകയാണ്. ഇദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകരെ, താങ്കളുടെ മുഖത്തൊരു സങ്കടം ഞാൻ കാണുന്നുണ്ട്, എന്താണ് അതിൻ്റെ കാരണം എന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 1-2 ദിവസം വഹ്യ് വരാതെ നിന്നുപോയി എന്നതാണ്. പലപ്പോഴായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ സന്ദേശവുമായി വഹ്യുമായി ആകാശലോകത്തു നിന്നും കടന്നു വരുന്നത് 2 ദിവസമായി ഇല്ലാതെയായി എന്നതാണ്. മാത്രവുമല്ല, ആ സമയത്ത് ഈ സങ്കടം കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പോലും മടി കാണിച്ചു എന്നാണ്. അങ്ങനെ വീട്ടിലിരിക്കുമ്പോഴാണ് ഒരു സ്ത്രീ അങ്ങോട്ട് കടന്നു വരുന്നത്. എന്നിട്ട് ആ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് നോക്കി പറഞ്ഞൊരു വാചകമുണ്ട്, യാ മുഹമ്മദ് ഇന്നി ല അർജു അൻ യകൂന ശൈത്വാനുക ഖദ് തറകക. മുഹമ്മദേ, നിന്റെ ശൈത്വാനും നിന്നെ കൈവിട്ടിരിക്കുകയാണല്ലോ. ആ പെണ്ണ് പറഞ്ഞ വാചകം അങ്ങനെയാണ്, മുഹമ്മദേ, നിന്റെ ശൈത്വാനും നിന്നെ കൈവിട്ടിരിക്കുകയാണല്ലോ. കാരണം അവരുടെ ഭാഷയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന വാക്കുകൾ അത് പിശാചിന്റെ ദുർമന്ത്രമാണെന്നും ശൈത്വാന്റെ വാക്കുകളാണെന്നുമൊക്കെയാണ് ശത്രുക്കളായ ആളുകൾ പ്രചരിപ്പിച്ചിരുന്നത്. അതുകൊണ്ടാണ് ആ സ്ത്രീ അങ്ങനെ പറഞ്ഞത്, മുഹമ്മദേ, നിന്റെ ശൈത്വാനും നിന്നെ കൈവിട്ടല്ലോ. ആ സമയത്താണ് ഈ സ്ത്രീ ഈ വാക്കുകൾ പറഞ്ഞു തീരേണ്ട സന്ദർഭം. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ളുഹ ഓതിക്കൊടുക്കുകയാണ്. നമുക്കെല്ലാവർക്കും ബൈഹാട്ടുള്ള മനപ്പാഠമുള്ളൊരു സൂറത്താണ് സൂറത്തുൽ ളുഹ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ഓതിക്കൊടുക്കുകയാണ്, വല്ളുഹ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, അള്ളാഹു ആശ്വസിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിന് ധൈര്യം നൽകുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ് സൂറത്തുൽ ദുഹ. വല്ലുഹ, ഇളയുച്ച തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജ, രാത്രി തന്നെയാണ് സത്യം, അത് ശാന്തമാകുമ്പോൾ. പകൽ സമയത്തെയും രാത്രിയെയും അള്ളാഹു സത്യം ചെയ്തു പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ എന്നർത്ഥത്തിൽ. ദിവസത്തെ കൊണ്ടാണ് പടച്ചറബ്, സമയത്തെ കൊണ്ടാണ് പടച്ചറബ് സത്യം ചെയ്യുന്നത്. എന്നിട്ട് എന്താണ് അള്ളാഹുവിന് പറയാനുള്ളത്? അങ്ങനെയാണല്ലോ, നമ്മളൊക്കെ ഒരു കാര്യം സത്യം ചെയ്ത് പറയണമെങ്കിൽ ആ പറയുന്ന വിഷയത്തിന്റെ ഗൗരവം അത് മനസ്സിലാക്കാനും അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും വേണ്ടിയാണ് സാധാരണ സത്യം ചെയ്യാറുള്ളത്. അള്ളാഹു സത്യം ചെയ്യുകയാണ്. വല്ലുഹ, ഇളയുച്ച തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജ, രാത്രി തന്നെയാണ് സത്യം, അത് ശാന്തമാകുമ്പോൾ. എന്നിട്ട് എന്താണ് അള്ളാഹുവിന് പറയാനുള്ളത്? മാ ബദ്ദഅക റബ്ബുക വമാ ഖലാ വലല്ലാഹിറതു ഖൈറുൽ ലക മിനൽ ഊലാ. മാ ബദ്ദഅക റബ്ബുക വമാ ഖലാ, ഇല്ല മുഹമ്മദേ, നിന്റെ റബ്ബ് നിന്നെ കൈവിട്ടിട്ടില്ല. കണ്ടോ നിങ്ങൾ, ആ സ്ത്രീ പറഞ്ഞ വാചകം എന്താ? നിന്റെ ശൈത്വാൻ നിന്നെ കൈവിട്ടിരിക്കുന്നു. ഇല്ല, ശൈത്വാനല്ല, അള്ളാഹുവാണ്. അള്ളാഹുവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റെടുത്തിട്ടുള്ളത്. അള്ളാഹുവിന്റെ വചനങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ വഹയാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓതിക്കൊടുക്കുന്നത്. മാ ബദ്ദഅക റബ്ബുക വമാ ഖലാ, അള്ളാഹു നിന്നെ കൈവിട്ടിട്ടില്ല, നിന്നെ വെറുത്തിട്ടില്ല. വലല്ലാഹിറതു ഖൈറുൽ ലക മിനൽ ഊലാ, മുഹമ്മദേ, ഈ ലോകത്തേക്കാൾ നിനക്കുത്തമം പരലോകമാണ്. നീ വിഷമിക്കണ്ട, നീ പ്രയാസപ്പെടണ്ട. ദുനിയാവിൽ എന്തെങ്കിലും കിട്ടാതെ പോകുമ്പോഴേക്കും എല്ലാം അവസാനിച്ചുവെന്ന് നിരാശയുടെ വർത്തമാനങ്ങളോ ചിന്തയോ മനസ്സിലേക്ക് കടന്നു വരണ്ട എന്നർത്ഥം. അതാണ് വലല്ലാഹിറതു ഖൈറുൽ ലക മിനൽ ഊലാ വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ. വലസൗഫ, നമ്മൾ പഠിച്ചതാണ് സൗഫ എന്ന വാക്കൊക്കെ. വഴിയെ നിനക്ക് മനസ്സിലാകും. യുഅതീക റബ്ബുക ഫതർലാ, നിന്റെ രക്ഷിതാവ് നിനക്ക് നൽകുന്ന അനുഗ്രഹങ്ങളും നിന്നെ രക്ഷിതാവ് നിന്നെ തൃപ്തിപ്പെടുന്ന കാര്യങ്ങളും നിനക്കറിയിച്ചു തരിക തന്നെ ചെയ്യും. അതുകൊണ്ട് നിനക്ക് സന്തോഷിക്കാം. അപ്പൊ നിനക്ക് പൂർണ്ണമായും നിന്റെ ദുഃഖങ്ങൾ മാറും, നിനക്ക് തൃപ്തി കൈവരും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുകയാണ്. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, അല്ലാഹ് കൈവിട്ടിട്ടില്ല, ഇവിടത്തേക്കാളും നല്ലത് പരലോകമാണ് എന്നൊക്കെ പറഞ്ഞ ശേഷം അല്ലാഹു ഇതാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അതാണ് അടുത്ത വാചകങ്ങൾ. അലം യജിദ്ക യതീമൻ ഫആവാ, മുഹമ്മദ് നബിയെ, താങ്കൾ ഒരു അനാഥനായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു വീഴും മുമ്പേ, അഥവാ ഉമ്മ ആമിന മുഹമ്മദ് നബിയെ ഗർഭം ധരിച്ച സമയത്ത് വാപ്പ മരണപ്പെട്ടു. ജനിച്ച് ഏതാനും വർഷം കഴിയുമ്പോഴേക്കും ഉമ്മ മരണപ്പെട്ടു. പിന്നീട് ഏറ്റെടുത്ത അബ്ദുൽ മുത്തലിബ് മരണപ്പെട്ടു. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അലം യജിദ്ക യതീമൻ, താങ്കൾ യതീമായിരുന്നു, പക്ഷേ ഫആവാ, താങ്കൾക്ക് അഭയം നൽകി. വാപ്പയില്ലാത്ത കുട്ടിയെ ഉമ്മയുടെ കൈകളിൽ ഏൽപ്പിച്ചു. ഉമ്മ മരണപ്പെട്ടപ്പോ വല്ലിപ്പാന്റെ കൈകളിൽ ഏൽപ്പിച്ചു. വല്ലിപ്പ മരണപ്പെട്ടപ്പോ മൂത്താപ്പാന്റെ കൈകളിൽ ഏൽപ്പിച്ചു. വാപ്പാന്റെ സഹോദരന്റെ കൈകളിൽ ഏൽപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ പ്രവാചകനിൽ വിശ്വസിക്കാതിരുന്നിട്ട് പോലും അബൂ ത്വാലിബ് മരണം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംരക്ഷണം ഒരുക്കിയില്ലേ?
ചരിത്രം പഠിച്ചവരല്ലേ നമ്മൾ. അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്, അലം യജിദ്ക യതീമൻ, നീ യതീമായിരുന്നു, പക്ഷേ ഫആവ, നിനക്ക് അഭയം നൽകി. വവജദക ളാല്ലൻ ഫഹദ, നിനക്കൊന്നും അറിയില്ലായിരുന്നു, നീ വഴിയറിയാത്തവനായിരുന്നു, പക്ഷേ ഫഹദ, നിനക്ക് കൃത്യമായ ഹിദായത്ത് നൽകി. വവജദക ആയിലൻ ഫഅഗ്ന, താങ്കൾ ദരിദ്രനായിരുന്നു, പക്ഷേ അള്ളാഹു താങ്കളെ ധന്യനാക്കി. രണ്ടു രൂപത്തിലും, മനസ്സും ദുനിയാവിലും അള്ളാഹു കൊടുത്തില്ലേ, കച്ചവടം ചെയ്യാനുള്ള അവസരം കൊടുത്തു. പഠിച്ചതല്ലേ നമ്മൾ. അതിലേറെ മനസ്സിന് വല്ലാത്ത സന്തോഷം നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോളം മനസ്സിന് സന്തോഷം ലഭിച്ച മറ്റേത് മനുഷ്യനെ ആകാശത്തിന് കീഴിൽ നമുക്ക് കാണാൻ കഴിയും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലൈസൽ ഗിനാ അൻ കസ്റത്തിൽ അർദ് വലകിന്നൽ ഗിനാ ഗിനൻ നഫ്സ്. കുറേ പൈസ ഉണ്ടായതുകൊണ്ടോ, കുറേ ദുനിയാവിൽ സൗകര്യങ്ങൾ ഉണ്ടായതുകൊണ്ടോ മനസ്സിന് സമാധാനം ഉണ്ടാവൂല. മറിച്ച് മനസ്സിന്റെ സമാധാനം, മനസ്സിന് ശാന്തി കിട്ടണമെങ്കിൽ യഥാർത്ഥത്തിൽ മനസ്സ് ഒന്ന് സ്വസ്ഥമാകണം, മനസ്സ് ശാന്തമാകണം. അതാണ് അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുത്തത്. ഈ മൂന്നായത്തിലെ അള്ളാഹു നബിയെ ഓർമ്മിപ്പിക്കുകയാണ്, വന്ന വഴി മറക്കരുത് മുഹമ്മദേ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. നിന്റെ ജീവിതത്തിന്റെ ഇന്നലകളെ മറക്കരുത് മുഹമ്മദേ, ഇന്ന് അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇന്നലെ ഒന്നുമല്ലാത്തവനായിരുന്നു, ഒന്നും ലഭിക്കാത്തവനായിരുന്നു, ഒന്നും കിട്ടാത്തവനായിരുന്നു. പക്ഷെ ഇന്ന് അള്ളാഹു ഇതാ നിനക്കൊരുപാട് അനുഗ്രഹങ്ങൾ നൽകി, പക്ഷെ ഇന്നലെയെ നീ മറക്കരുത് മുഹമ്മദേ എന്നാണ്. എന്നിട്ട് അള്ളാഹു മുഹമ്മദ് നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചില കൽപ്പനകൾ, ചില കാര്യങ്ങൾ കൽപ്പിക്കുകയാണ്. അതുകൊണ്ട് മുഹമ്മദേ, നിന്റെ അടുത്ത് യത്തീം വരും, നീ അവരെ അടിച്ചമർത്തരുത്. കാരണം നീ ആരായിരുന്നു? യത്തീമായിരുന്നു അല്ലേ? യത്തീമിനെ കണ്ടാൽ എന്താ നമ്മൾ പഠിച്ചത്? അവന്റെ തലയിൽ യത്തീമിന്റെ തലയിൽ ഒന്ന് തലോടിയാൽ എത്ര മുടിയിൽ നിന്റെ വിരൽ സ്പർശിക്കുന്നു പോവും, അത്രയും പാപങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്നാണ്. നിന്റെ റബ്ബ് നിനക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നീ എടുത്തു പറയണം. ചില ആളുകളുണ്ടല്ലോ, എത്ര കിട്ടിയാലും നമ്മളെന്താ പറയാ, അങ്ങനെ തന്നെയെന്നാ അല്ലേ? എത്ര കിട്ടിയാലും ഒരു അൽഹംദുലില്ലാ പറയുമ്പോൾ പോലും അതിനൊരു സ്ട്രോങ് ഉണ്ടാവാറില്ല. എന്താ വിശേഷം? അങ്ങനെ പോണെന്നാ അല്ലേ? അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ മനസ്സിനുണ്ടാകുന്നൊരു സന്തോഷം, അതാണ് വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സൂറത്തുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ് ഒരല്പസമയം നിങ്ങളെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ സൂറത്തിന്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ, ആശയം. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ നിന്റെ ഇന്നലെയെ നീ മറന്നുപോകരുത്. അതാണ് പടച്ച റബ്ബ് ഈ സൂറത്തിലൂടെ പഠിപ്പിക്കുന്നത്. ഇന്നലെ ലഭിക്കാത്ത പല അനുഗ്രഹങ്ങളും അള്ളാഹു നിന്റെ കയ്യിൽ തന്നേക്കാം, പക്ഷെ അത് കിട്ടുമ്പോ ഇന്നലെയെ നീ മറന്നു പോകരുത്. ഇന്നത് കിട്ടുമ്പോൾ വിശുദ്ധ ഖുർആൻ ഒരു രാജ്യക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. സൂറത്തു നഹ്ലിലെ 112-ാമത്തെ ആയത്താണ്. മക്കക്കാരെ കുറിച്ചാണ് ഈ പറയുന്നത്. വലറബല്ലാഹു മസലൻ ഖറിയ, ഒരു രാജ്യത്തെ അള്ളാഹു ഉദാഹരണമായി പറഞ്ഞു തരികയാണ്. കാനത്ത് ആമിനതം മുത്മഇന്ന, നിർഭയമായിരുന്നു, സമാധാനമായിരുന്നു. അവിടെ ആമിനതം മുത്മഇന്ന, സമാധാനമായിരുന്നു, നിർഭയമായിരുന്നു. യഅതീഹാ റിസ്ഖുഹാ റഗദം മിൻ കുല്ലി മകാൻ, ആ നാട്ടിലേക്കുള്ള ഭക്ഷണങ്ങൾ അള്ളാഹു മറ്റു നാട്ടിൽ നിന്ന് അള്ളാഹു അങ്ങോട്ട് എത്തിച്ചു കൊടുക്കും. കണ്ടോ? ആ നാട്ടിൽ ഭക്ഷണം ഇല്ലെങ്കിൽ പോലും വേറെ നാട്ടിൽ നിന്ന് അള്ളാഹു എന്ത് ചെയ്യും? അവിടേക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കും. പക്ഷേ ഫകഫറത് ബിഅൻഉമില്ലാഹ്, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ അവർ മറന്നു കളഞ്ഞു, നിഷേധിച്ചു. അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ മറന്നുപോയി അവർ. അവരെ നാട്ടിൽ ഭക്ഷണമില്ല. അപ്പൊ നമ്മൾ തന്നെ നോക്കുങ്ങള്, നമുക്ക് അരി വരുന്ന എവിടെന്നാ? അല്ലേ? നമ്മുടെ നാട്ടിലില്ലെങ്കിലും അള്ളാഹു മറ്റൊരു സ്ഥലത്ത് നമ്മുടെ കൈകളിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് എത്തിച്ചു തരാണ്.
പക്ഷേ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ ഫക്കഫറത്ത് ബിഅൻഉമില്ലാ, നീ മറന്നുപോയി. അതുകൊണ്ട് ഫഅദാഖഹല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫ്, അള്ളാഹു ഇതാ നിങ്ങൾക്ക് വിശപ്പും നിങ്ങൾക്ക് പേടിയും നിങ്ങൾക്ക് പട്ടിണിയുമൊക്കെ അള്ളാഹു നൽകുകയാണ്. അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുമ്പോഴാണ് പേടി കൊണ്ടുവരും, പഠിച്ചു പരീക്ഷിക്കും. അള്ളാഹു പട്ടിണി കൊണ്ടുവരും. ബിമാ കാനൂ യസ്നഊൻ, നന്ദികേട് കാരണത്താൽ. എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു ആയത്താണ്. സൂറത്തു നഹ്ലിലെ 112 ആയത്താണ്. എന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ, യഥാർത്ഥത്തിൽ മക്കക്കാരെ കുറിച്ചാണ് ഈ പറയുന്നതെങ്കിലും എല്ലാവർക്കും ബാധകമാണത്. ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ? ഒരു നാട്ടിൽ നിർഭയത്വത്തോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കണമെങ്കിൽ ഭക്ഷണം വേണം, അല്ലേ? ഇത് അല്ലാഹു നൽകും. അള്ളാഹുവിനോട് നന്ദി കാണിച്ചാൽ അത് പടച്ച റബ്ബ് നൽകിയവർക്ക്. മറ്റെന്തുണ്ടായിട്ടും ആ നാട്ടിൽ സമാധാനം ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇപ്പൊ നമ്മൾ നമ്മുടെ നാട്ടിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന വിഷയം അതാണല്ലോ. ഇതെന്തുണ്ടായിട്ടും പട്ടിണിയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അത് അല്ലാഹു നൽകി, പക്ഷേ ഫകഫറത് ബിഅൻഉമില്ലാ, നന്ദികേട് കാണിച്ചു, അല്ലാഹു അവരെ പിടിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. എത്ര ഹദീസുകളാണെന്നറിയോ? ഇന്നലകളെ മറക്കരുത് എന്ന് പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കേൾപ്പിച്ചത്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ് കാണാം. ഒരു കാലത്ത് നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ്. ഒരു കാലത്ത് നിങ്ങൾ സൂക്ഷിക്കണം. അൻതലിദൽ അമതു റബ്ബതഹ, യജമാനന്മാരെ പ്രസവിക്കുന്ന അടിമകൾ കടന്നു വരും. വഅൻതറൽ ഹുഫാത, ചെരുപ്പ് ധരിക്കാൻ വകയില്ലാതെ നടന്നിരുന്നൊരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. അൽ ഉറാത്ത, ഉടുതുണിക്ക് മറുതുണിയില്ലാത്തൊരു കാലം. അൽ ആല, കന്നുകാലികളെ മേയ്ച്ച് ജീവിച്ചിരുന്ന ഒരു കാലം. റിആഅശാത്തി, ആടിനെ കൊണ്ട് ജീവിച്ചിരുന്ന ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. കണ്ടോ, ചെരുപ്പില്ലാത്ത കാലം. ഇപ്പോൾ സാധാരണ നമ്മൾ പറയാറില്ലേ, ഇന്ന് നമ്മുടെ മക്കൾക്ക് എത്ര ജോഡി ചെരുപ്പുണ്ടാവും, എത്ര ജോഡി ഷൂ ഉണ്ടാവും, നമുക്ക് എത്ര ജോഡി ഡ്രസ്സുണ്ട്? ജോഡി വേണ്ട, എത്ര ഡ്രസ്സുണ്ട് എണ്ണാൻ പറ്റും? ആർക്കെങ്കിലും പറയാൻ പറ്റും? ആർക്കും പറയാൻ പറ്റൂല. അത്രക്കും ഡ്രസ്സുണ്ടെന്ന്, അത്രക്കും ചെരുപ്പുണ്ടെന്ന്, അത്രക്കും അനുഗ്രഹങ്ങളുണ്ടെന്ന്. ഇതൊന്നുമില്ലാത്തൊരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരു പക്ഷേ നമുക്കൊരു പക്ഷേ എത്രത്തോളം മനസ്സിലായിക്കൊള്ളണമെന്നില്ല. നമ്മുടെ ഉമ്മയോട് ഉപ്പയോട് വീട്ടിലെ വല്യുപ്പയോട് വല്യമ്മയൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ നമ്മൾ പറഞ്ഞത് കേട്ടിട്ടില്ലേ? അവര് ചെരുപ്പ് ധരിക്കാൻ വകയില്ലാതെ നടന്നിരുന്നൊരു കാലം, ഒരു സൈക്കിള് കിട്ടാത്ത കാലം അല്ലേ? ഒരു സൈക്കിള് പോലും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അല്ലാഹ് പറയാ, യതതാബലൂന ഫിൽ ബുനിയാൻ, അവരിന്നിതാ വലിയ മുതലാളിമാരായിരിക്കുന്നു, വലിയ ബിൽഡിങ്ങിന്റെ ഉടമകളായിരിക്കുന്നു. ചെരുപ്പ് ധരിക്കാൻ വകയില്ലാതിരുന്നൊരു കാലം, നല്ല ഡ്രസ്സ് ധരിക്കാൻ ഇല്ലാതിരുന്നൊരു കാലം, ഒട്ടകത്തെയും മാടിനെയും മേച്ച് ജീവിച്ചിരുന്നൊരു കാലം, അത് മാറി. അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകി. പക്ഷേ യതതാബലൂന ഫിൽ ബുനിയാൻ, വലിയ വലിയ ബിൽഡിങ്ങുകളും കൊട്ടാരങ്ങളും വീടുകളുമൊക്കെ അള്ളാഹു അവർക്ക് നൽകിയിരിക്കുന്നു. ഇത് ലഭിച്ചാൽ നിങ്ങൾ സൂക്ഷിക്കണം. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ മറന്നുപോകാൻ പാടില്ല. കാരണം ഖിയാമത്തിലേക്ക് അധികം കാലതാമസമില്ല എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് യഥാർത്ഥത്തിൽ ഇതൊക്കെയാണ് അവസ്ഥ. ഞാൻ വിശദീകരിക്കുന്നില്ല. ഇല്ലാതിരുന്നൊരു കാലുണ്ട് അല്ലേ? സാധാരണ നമ്മൾ തമാശയെ കൂടെ ഒക്കെ പറയാറുണ്ട്, തമാശ ആണെങ്കിലും കാര്യമായിട്ട് അല്ലേ? പണ്ടൊക്കെ രാവിലെ നമ്മുടെ വീട്ടിലെ വല്യമ്മമാരും വല്യപ്പമാരും ഒക്കെ, ഒരുപക്ഷെ നമ്മുടെ ഉപ്പമാരും ഉമ്മമാരും ഒക്കെ രാവിലെ വീട്ടിൽ നിന്നിറങ്ങും, നടക്കും. അവർ എന്തിനാ നടക്കുന്നത്? പാടത്തും പറമ്പിലുമൊക്കെ നടന്നാലേ വയറിൽ എന്തെങ്കിലും നിറക്കാൻ പറ്റുള്ളൂ. വയറ് നിറക്കാൻ വേണ്ടി അവർ നടന്നിരുന്നു. പക്ഷെ ഇന്ന് ഞാനും നിങ്ങൾ നടക്കണം എന്തിനാ? വയറ് കുറക്കാൻ അല്ലേ? വയറ് നിറക്കാൻ വേണ്ടി നടന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു, അത് മാറി. ഇന്ന് മനുഷ്യന്മാർ നടക്കുന്നത് വയറ് കുറക്കാൻ വേണ്ടിയാ. യതതാബലൂന ഫിൽ ബുനിയാൻ, അവർക്കിന്ന് വലിയ ബിൽഡിംഗ് ഉണ്ട്, അവർക്ക് വലിയ വീടുണ്ട്, അവർക്ക് വലിയ സൗകര്യങ്ങളുണ്ട്. പക്ഷേ ഫകഫറത് ബിഅൻഉമില്ലാ,
അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ അവർ മറന്നുപോകുന്നു എന്നർത്ഥം. ഇത് വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല എന്നാണ്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്. വേറെ കൊടുക്കുമ്പോൾ നമ്മളെ ജീവിതത്തിൽ കൊന്നാൽ മതി. ഒരു സൈക്കിളിന് വേണ്ടി കൊതിച്ചൊരു കാലം ഉണ്ടായിട്ടില്ലേ? ഒരു സൈക്കിളിന് വേണ്ടിയിട്ട് മറ്റുള്ളവൻ്റെ സൈക്കിളിൻ്റെ പിന്നിൽ ഇരുന്ന് പോയൊരു കാലം ഉണ്ടായിട്ടില്ലേ? അവൻ്റെ സൈക്കിളൊന്ന് നമ്മുടെ ഭാഷ ഒരു റൗണ്ട് എന്നാ പറയാ അല്ലേ? ഒന്ന് ചവിട്ടാൻ തന്നിരുന്നെങ്കിൽ, ഒന്ന് ചവിട്ടാൻ, ഒരു സൈക്കിൾ കുറച്ച് ചവിട്ടാൻ കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ച കാലം ഉണ്ടായിട്ടില്ലേ? ഇല്ലേ? അത് കഴിഞ്ഞ് സ്വന്തമായി കിട്ടി, ലൈസൻസ് കിട്ടിയപ്പോൾ നമ്മൾ ആഗ്രഹിച്ചില്ലേ ഒരു വണ്ടി കിട്ടിയിരുന്നെങ്കിൽ? വണ്ടി കിട്ടി, ടൂ വീലർ കിട്ടി. ടൂ വീലർ കിട്ടിയപ്പോൾ നമ്മൾ ആഗ്രഹിച്ചു ഒരു 4 വീലുള്ളൊരു വണ്ടി മതിയായിരുന്നു എന്നാണ്. അതും കഴിഞ്ഞ് ഇപ്പോൾ ഏത് വണ്ടിയാ? യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, അതാണ് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത്. അലം യജിദിക യതീമൻ ഫആവാ വവജദക ആയിലൻ വവജദക ളാല്ലൻ ഫഹദാ വവജദക ആയിലൻ ഫഅഗ്നാ. മറക്കരുതെന്നാണ്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ സഹോദരങ്ങളെ നമ്മൾ മറന്നു പോകാൻ പാടില്ല എന്നർത്ഥം. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാലത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹ്റൈനിൽ നിന്നും നികുതി പിരിച്ച പണവുമായി മദീന പള്ളിയിലെത്തി. മഹാനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവാണ് അതങ്ങനെ കൊണ്ടുവന്നത്. ആ സമയത്ത് രാത്രിയാണ്. ബഹ്റൈനിൽ നിന്നും മദീന പള്ളിയിലേക്ക് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു കടന്നു വന്നത്. നികുതി പിരിച്ച പണവുമായിട്ടാണ് വരുന്നത്. ഇതറിഞ്ഞ സ്വഹാബത്ത് സുബഹിക്കെല്ലാവരും അവിടെ ഒരുമിച്ച് കൂടി. സാധാരണത്തേതിൽ കവിഞ്ഞ് അവരുടെ മുഖത്തൊരു സന്തോഷം പ്രകടമായിരുന്നു. കാരണം പാവങ്ങളാണ്, പട്ടിണിയാണ്. നികുതി പിരിച്ച പണത്തിൽ നിന്നും എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ ഒരു നേരത്തെ ഭക്ഷണം മേടിക്കാൻ, ഒരു റൊട്ടി മേടിക്കാനുള്ള പൈസ കിട്ടുമെന്ന് ആഗ്രഹിച്ച് അവിടെ കോടി വന്ന ആ സ്വഹാബത്തിനെ നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അബ്ശിറു, നിങ്ങൾ സന്തോഷിച്ചോ, വഅമ്മിലു മാ യസുറുക്കും, നിങ്ങൾക്ക് നൽകപ്പെട്ടതിൽ നിങ്ങൾ സന്തോഷിച്ചോ. പക്ഷേ ഫവല്ലാഹി മൽ ഫഖറ അഖ്ശാ അലൈക്കും, എനിക്ക് പേടി എന്താണെന്നറിയോ? നിങ്ങളുടെ മേൽ ദാരിദ്ര്യത്തെയല്ല, ഒന്നുമില്ലാത്തൊരവസ്ഥയെക്കുറിച്ചല്ല എനിക്ക് പേടി. മറിച്ച് വലാകിന്നി അഖ്ശാ അലൈക്കും അൻ തുബ്സത്ത ദുനിയാ അലൈക്കും, നിങ്ങളുടെ മേൽ ദുനിയാവ് വിശാലമാകുന്നൊരു കാലം വരാനുണ്ട്. ആ കാലത്തെയാണ് എനിക്ക് പേടി. ഏതുപോലെ കമാ ബുസിതത അലാ മൻ കാന ഖബ്ലകും, നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ആളുകൾക്ക് ദുനിയാവ് നൽകപ്പെട്ടതുപോലെ ദുനിയാവ് അവർക്ക് വിശാലമാക്കി കൊടുത്തു. ഫതനാഫസുഹ കമാ തനാഫസുഹ, ആ ദുനിയാവ് കിട്ടിയപ്പോഴേക്കും അവരതിൻ്റെ പിന്നാലെ പോയി. അതുവരെ അവർക്ക് പേടിയായിരുന്നു, അതുവരെ അവർക്ക് പട്ടിണിയായിരുന്നു. പക്ഷേ ദുനിയാവൊക്കെ അല്ലാഹു വിശാലാക്കി അവരുടെ സൗകര്യങ്ങളൊക്കെ നന്നാക്കി കൊടുത്തപ്പോൾ ഫതനാഫസുഹ കമാ തനാഫസുഹ, പിന്നെ അതിൻ്റെ പിന്നാലെയായി അവരോട്ടം. പരലോകത്ത് അവർ മറന്നു. ഫതഹ്ലികകും കമാ അഹ്ലക്തഹും, അവർ നശിപ്പിക്കപ്പെട്ടതുപോലെ നിങ്ങളും നശിപ്പിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ, ഇതിനർത്ഥം സൗകര്യമുള്ള വീട് വേണ്ടാന്നോ, നല്ല കാറ് വേണ്ടാന്നോ, വാഹനം വേണ്ടാന്നോ ഒന്നുമല്ല. മറിച്ച് ഇതൊക്കെ അള്ളാഹു നൽകുമ്പോൾ ഫഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ് എന്ന് പറഞ്ഞ അതേ ഖുർആൻ തന്നെയാണ് നമ്മളോട് പറയുന്നത് ഫകഫറതു ബിഅൻഉമില്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ നീ നന്ദി കേട് കാണിക്കരുത്. ഏതനുഗ്രഹങ്ങൾ നൽകപ്പെട്ടാലും, എന്തനുഗ്രഹങ്ങൾ, ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഇല്ലേ? ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചൊരു കാലം ഉണ്ടായിരുന്നില്ലേ? ഒരു നല്ല പെണ്ണ് കിട്ടാൻ കൊതിച്ച കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിതാ നമ്മളുടെ മക്കളുടെ കയ്യിൽ എത്ര പെന്നാ, എന്ത് സൗകര്യങ്ങളാ. നമ്മൾ സാധാരണ പറയണേ എനിക്കേതായാലും കിട്ടില്ല, നമ്മളെ മക്കൾക്ക് കൊടുക്കട്ടെ എന്നാ അല്ലേ? അതൊക്കെ വേണം. നമ്മൾ അധ്വാനിക്കുന്നത് വീട്ടിൽ നിന്നും രാവിലെ മക്കൾക്ക് വേണ്ടി അധ്വാനിക്കാൻ, മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടാൻ വീട്ടിൽ നിന്ന് ഒരുത്തൻ ഇറങ്ങി പുറപ്പെട്ടാൽ ഫഹുവ ഫീ സബീലില്ലാഹ്, അവൻ അള്ളാന്റെ മാർഗത്തിലാണെന്നാ. എന്ന് പറഞ്ഞാൽ ബിസിനസ് ചെയ്യാൻ, ജോലി ചെയ്യാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടാൽ അവൻ അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. പ്രതിഫലം. മാതാപിതാക്കൾക്ക് ഭക്ഷണം വാങ്ങാൻ ഒരുത്തൻ ഇറങ്ങി പുറപ്പെട്ടാൽ, ജോലി ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടാൽ ഫഹുവ ഫീ സബീലില്ലാഹ്, അവൻ അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. എന്നാൽ വഇൻ കാന യസ്ആ റിയാഅൻ വസുംഅതൻ ഫഹുവ ലിശ്ശൈത്വാൻ, അതാണ് വിഷയം, അതാണ് പ്രശ്നം. നിങ്ങൾ ദുനിയാവിൽ കുറെ ഉണ്ടാക്കണമെന്നും
മറ്റുള്ളവരെക്കാൾ വലുതായി എന്നെല്ലാവരും കാണണമെന്നും ആഗ്രഹത്തോടെയാണ് നിങ്ങൾ കച്ചവടം ചെയ്യുന്നതെങ്കിൽ, ബിസിനസ് ചെയ്യുന്നതെങ്കിൽ, ജോലി ചെയ്യുന്നതെങ്കിൽ, സാലറി വാങ്ങുന്നതെങ്കിൽ അവൻ പിശാചിന്റെ മാർഗത്തിലാണ്. കണ്ടോ നിങ്ങൾ, നമ്മുടെ ജോലിയും നമ്മുടെ സമ്പത്തും നമ്മുടെ കച്ചവടവും നമ്മുടെ സാലറിയുമെല്ലാം അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ എന്നുള്ള രൂപത്തിലാണെങ്കിൽ, പടച്ച റബ്ബിനെ ഓർത്തുകൊണ്ടാണെങ്കിൽ, തീർച്ചയായും ആ യാത്രക്ക് പോലും സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ മാർഗത്തിലായി രേഖപ്പെടുത്തുമെന്നാണ്. ദുനിയാവിലെ സൗകര്യങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, സലാസും മിനസ് സആദ. ഒരു മനുഷ്യന്റെ ദുനിയാവിലെ 3 സൗഭാഗ്യങ്ങളുണ്ട്. 3 സൗഭാഗ്യങ്ങൾ ദുനിയാവിലെ അള്ളാഹു നൽകുന്ന, ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 സൗഭാഗ്യങ്ങൾ. ഈ പറയാൻ പോകുന്ന സൗഭാഗ്യങ്ങളാണോ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. അള്ളാഹു ദുനിയാവിൽ നൽകുന്ന സൗകര്യങ്ങൾ, അനുഗ്രഹങ്ങൾ. ഒന്നാമത്തെ കാര്യം അൽ മർഅത്തു സ്വാലിഹ, സ്വാലിഹത്തായ ഒരു ഇണ. രണ്ടാമത്തെ കാര്യം വൽ മൻസിലുൽ വാസിഅ, നമുക്ക് താമസിക്കാൻ പറ്റുന്ന രൂപത്തിൽ നല്ല സൗകര്യമുള്ള ഒരു വീട്. വൽ മർകബുൽ ഹനിയ്യ്, മനസ്സിനിണങ്ങിയ ഒരു വാഹനം. ഇത് 3 ദുനിയാവിലെ സൗഭാഗ്യമാണെന്ന്. ഇതേ 3 കാര്യം ദുനിയാവിലെ അവനെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമായ അവസ്ഥകളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൗർഭാഗ്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ദൗർഭാഗ്യവും ഈ 3 കാര്യങ്ങളാണ്. ഭാര്യ സൗഭാഗ്യമാണെന്ന് പറയുമ്പോൾ, ഇണ സൗഭാഗ്യമാണെന്ന് പറയുമ്പോൾ അതേ ഇണയെക്കുറിച്ച് അള്ളാഹു ദൗർഭാഗ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വീട് സൗഭാഗ്യമാണെന്ന് പറയുമ്പോൾ അതേ വീടിനെ കുറിച്ച് അള്ളാഹു ദൗർഭാഗ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വാഹനം സൗഭാഗ്യമാണെന്ന് പറയുമ്പോൾ അതേ വാഹനത്തെക്കുറിച്ച് അള്ളാഹു ദൗർഭാഗ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചു അല്ലേ? കേവലം ഒരു ഇണയുണ്ടായതുകൊണ്ട് കാര്യമില്ലല്ലോ അല്ലേ? കല്യാണം കഴിക്കുന്ന സമയത്തൊക്കെ നമ്മൾ അങ്ങനെ ആഗ്രഹിക്കും, ഒരാളെ കിട്ടിയാൽ മതി എങ്ങനെയെങ്കിലുമൊക്കെ എന്നാ അല്ലേ? പിന്നീട് യഥാർത്ഥ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴാണ് അങ്ങനെ പോരാ. മറിച്ച് മബദ്ദത്തും വറഹ്മ, റഹ്മത്ത് നിലനിൽക്കുന്ന രൂപത്തിൽ. മബദ്ദത്ത് മാത്രം പോരാ, റഹ്മത്തും കൂടിയുള്ള ഒരു ഇണയായിരിക്കണം. എന്താ മബദ്ദത്ത്? എന്താ റഹ്മത്ത്? നമ്മൾ രണ്ടിനും ചില അർത്ഥങ്ങളൊക്കെ കൊടുത്തു, സ്നേഹവും കാരുണ്യം എന്നൊക്കെ കൊടുത്ത്. യഥാർത്ഥത്തിൽ മബദ്ദത്ത് എന്ന് പറഞ്ഞാൽ പ്രണയം എന്നാണ് അർത്ഥം. മബദ്ദത്ത് മലയാള ഭാഷയിലേക്ക് മബദ്ദത്തിൻ്റെ അർത്ഥം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയില്ല, എന്നാലും നമുക്ക് അങ്ങനെ കൊടുക്കാം. പക്ഷേ റഹ്മത്ത് അത് കാരുണ്യമാണ്. എന്തേ അള്ളാഹു അങ്ങനെ പറയാനുള്ള കാരണം? വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ റഹ്മത്തിനേക്കാൾ കൂടുതൽ മബദ്ദത്ത. വിവാഹം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും ആ മബദ്ദത്ത് ഇങ്ങനെ കുറച്ചിങ്ങനെ മാറിയിട്ട് പിന്നെ അവിടെ എന്തിനായിരിക്കും പ്രാധാന്യം? റഹ്മത്തിനായിരിക്കും. അള്ളാഹുവിൻ്റെ പ്രയോഗങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്, കൃത്യമാണ്. എന്നും മബദ്ദത്തിൽ ഒരു പക്ഷെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, പക്ഷെ റഹ്മത്ത് എന്നും ഉണ്ടാവണം. അത് മരണം വരെ ഉണ്ടാകണം. എത്ര പ്രായമായാലും ഉണ്ടാവണം, എത്ര കാലായാലും ഉണ്ടാവണം. അതാണ് അൽ മർഅത്തു സ്വാലിഹ. നേരെ മറിച്ചാണെങ്കിലോ എന്നും പ്രശ്നങ്ങളാണ്. എന്തുണ്ടായിട്ടെന്താ? ചില ആളുകൾ പറയാറില്ലേ, എന്തുണ്ടായിട്ടെന്താ? വീട്ടിലേക്ക് വരുമ്പോൾ ഒരു സമാധാനം ഇല്ലെങ്കിൽ എന്തിനും പരാതി, എന്തിനും പ്രശ്നങ്ങൾ, നിസ്സാര കാര്യങ്ങൾ പ്രശ്നങ്ങളാക്കി മാറ്റുന്നവർ, അത് ദൗർഭാഗ്യമാണ്. വൽ മൻസിലുൽ വാസിഅ, സൗകര്യമില്ലാത്ത വീടാണെങ്കിൽ അവനെന്നും മനസ്സൊരു കുടുസതയായിരിക്കും, എന്നും പ്രയാസമായിരിക്കും മനസ്സിൽ. മൂന്നാമത്തെ കാര്യം അൽ മർകബുൽ ഹനിയ്യ്, നല്ലൊരു വാഹനമല്ലെങ്കിലോ, എന്നും കംപ്ലൈൻ്റ് ഉള്ളൊരു വാഹനമാണെങ്കിലോ, ഇന്ന് പുറത്തേക്ക് എടുത്ത് ഓഫീസിൽ പോകാൻ വേണ്ടി പുറത്തേക്ക് എടുത്താണ്, അപ്പോൾ അത് കംപ്ലൈൻ്റായി. കുറച്ചങ്ങോട്ട് ഓടി അവിടെ നിന്നു, അത് ശരിയാക്കി, പിന്നെ എന്നും പ്രശ്നങ്ങളാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് മനസ്സിനിണങ്ങിയ നല്ല വാഹനം ദുനിയാവിലെ സൗഭാഗ്യമാണ്. ഞാൻ ഇത് പറഞ്ഞെന്തിനാണെന്നറിയോ? ദുനിയാവിൽ സമ്പാദിക്കണമെന്നും ദുനിയാവിലെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കണമെന്നും പറഞ്ഞ അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് വിശുദ്ധ ഖുർആൻ ഓതി നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു കാരണവശാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ മറന്നു പോകാൻ പാടില്ല. ഖുർആനിലെ സൂറത്ത് യൂനുസിലെ 12-ാമത്തെ ആയത്തുണ്ട്. കൊടുത്തോ? ഓക്കെ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂനുസിലെ 12-ാമത്തെ ആയത്തുണ്ട്. ആയത്ത് ഇങ്ങനെയാണ്: വഇദാ മസ്സൽ ഇൻസാന ളുർറു
دعانا لجنبه أو قائدا أو قائما فلما كشفنا عنه ضره مر كأن لم يدعنا إلى ضر مسه كذلك زين للمسرفين ما كانوا يعملون. അല്ലാഹു പറയാ, ഒരു പക്ഷേ നമ്മളിൽ പലരെയും ഇതെന്നെ കുറിച്ചാണെന്ന് തോന്നിപ്പോവാണ് ഈ ആയത്ത് ഓതുമ്പോൾ. ഓരോരുത്തർക്കും അങ്ങനെ തോന്നണം. അല്ലാഹു പറയാ, വഇദാ മസ്സൽ ഇൻസാന ളുർറു ദആനാ ലിജംബിഹി ഔ ഖായിദൻ ഔ ഖായിമൻ. നിനക്കൊരു പ്രയാസം വന്നാൽ പിന്നെ നീ നിന്നും ഇരുന്നും കിടന്നും അല്ലാഹുവിനെ വിളിക്കും. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ 3 അവസ്ഥകളാണ്. ഒന്നുകിൽ നിൽക്കുക, അല്ലെങ്കിൽ ഇരിക്കുക, അല്ലെങ്കിൽ കിടക്കുക. ഏത് സമയത്തും അല്ലാഹ് അല്ലാഹ് ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. വിളിച്ചില്ലേ നമ്മൾ 2 വർഷം മുമ്പ് അല്ലേ? 24 മണിക്കൂർ പോരാന്ന് പറഞ്ഞില്ലേ വിളിക്കാൻ? കൊറോണ സമയത്ത് ഇല്ലേ? രാവും പകലും പടച്ച റബ്ബിനെ ഓർത്തില്ലേ? വിളിച്ചില്ലേ? പ്രയാസപ്പെട്ടില്ലേ? പക്ഷേ ഫലമ്മാ കശഫ്നാ അൻഹു ദുർറഹു, കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ പോയി. കൊറോണ കണ്ടു പോയി. മരണത്തെ മുഖാമുഖം കണ്ടവർ പോലും അതൊക്കെ അങ്ങോട്ട് അവസാനിച്ചു. എന്നിട്ട് അല്ലാഹു പറയാ, മർറ കഅല്ലം യദ്ഉനാ ഇലാ ദുർരിൻ മസ്സഹു. ഇന്നലെ ആ ദുആ ചെയ്തവനുണ്ടല്ലോ, നിന്നും ഇരുന്നും കിടന്നുമൊക്കെ പടച്ച റബ്ബിനോട് കരഞ്ഞു പറഞ്ഞവനുണ്ടല്ലോ, അവനിതാ പ്രാർത്ഥിച്ച കാര്യം പോലും അവൻക്ക് ഓർമ്മയില്ലെന്ന്. പ്രാർത്ഥിച്ചതുപോലും അവൻക്ക് ഓർമ്മയില്ല. കദാലിക സുയ്യിന ലിൽ മുസ്രിഫീന മാ കാനൂ യഅമലൂൻ. പിശാച് അവൻ്റെ മനസ്സിൽ വേറെ കുറേയൊക്കെ അലങ്കാരമാക്കി തോന്നിപ്പിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സാധാരണ ചില ആളുകൾ നമ്മൾ പള്ളിയിലൊക്കെ പോയാൽ കാണാം, ബാങ്കിന് മുമ്പേ പള്ളിയിൽ കയറിയിരിക്കണ്ടാവും. ബാങ്കിന് മുമ്പേ പള്ളിയിൽ കയറിയിരിക്കണ്ടാവും. അവൻ്റെ കയ്യിൽ ഒരു പക്ഷെ ഒരു ഫയലൊക്കെ ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒരു ചെറിയ ബാഗോ ലാപ്ടോപ്പോ ഒക്കെ ഉണ്ടാവും. കൂടുതൽ ആരായിരിക്കും എന്നറിയോ? വിസിറ്റിന് വന്നവരായിരിക്കും. ഭയങ്കര പ്രാർത്ഥന ആയിരിക്കും, ദുആയിരിക്കും, സുന്നത്തും ഫർളും ഒക്കെ കൃത്യമായിട്ട് നിസ്കരിക്കും. പക്ഷേ അതൊക്കെ കഴിഞ്ഞ് പടച്ചോൻ ആ പ്രാർത്ഥന ഒക്കെ കേട്ടിട്ട് ജോലി കിട്ടിയാലോ? പിന്നെ സുന്നത്ത് പോട്ടെ, ഫർള് തന്നെ മര്യാദ ഉണ്ടാവില്ല അല്ലേ? ദുനിയാവിലെ സൗകര്യങ്ങൾ പടച്ച റബ്ബ് നൽകിയാൽ പരലോകത്തെ മറക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. നമുക്കിന്ന് ദുനിയാവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളാണ് പരലോകത്തിന് തടസ്സം. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളാണ് പലതും പരലോകത്തിന്റെ വിഷയത്തിൽ നമുക്ക് തടസ്സം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സാധാരണ ആളുകളോട് ചോദിക്കാറില്ലേ, എന്താ കൃത്യമായിട്ട് ജമാഅത്തിന് പള്ളിയിലേക്ക് പങ്കെടുക്കാത്തത്? ഭയങ്കര ഡ്യൂട്ടിയാ, തിരക്കാ, പള്ളിയിൽ പോകാൻ പോലും സമയമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ജമാഅത്തിന് പള്ളിയിൽ പോകാത്തതിന്റെ കാരണം എന്താ? ഭയങ്കര തിരക്ക്. അള്ളാഹു തന്ന അനുഗ്രഹമാണോ ഡ്യൂട്ടി? തിരക്ക് അല്ലേ? ആ അനുഗ്രഹം പടച്ച റബ്ബിന് ഇഷ്ടപ്പെട്ട മാർഗത്തിന് തടസ്സമായി നിൽക്കുന്നു. എന്തേ ഒരു ഖുർആൻ ക്ലാസ്സിന് വരാത്തത്? ഭയങ്കര തിരക്കാ, ഡ്യൂട്ടിയാ. ഞങ്ങളെക്കുറിച്ചല്ല കേട്ടോ പറയണേ, നിങ്ങൾ അങ്ങനെയാണെന്ന് വിചാരിക്കരുത്. സാധാരണ ആളുകൾ അങ്ങനെ ഭയങ്കര തിരക്കാ. എന്തേ ദഅ്വാ മാർഗത്തിലൊന്നും കാണില്ലല്ലോ? ഭയങ്കര ഡ്യൂട്ടിയാ, തിരക്കാ. ഞാൻ ഇതെന്തിനാ പറഞ്ഞെന്നറിയോ? നമ്മൾ മനസ്സിലാക്കണം, ഈ പ്രത്യേകിച്ച് പ്രവാസികളായ നമ്മുടെ കമ്പനിയിൽ തിരക്കില്ലെങ്കിൽ പിന്നെ നമ്മളവിടെ ഉണ്ടാവോ? ഈ തിരക്കെന്ന് പറഞ്ഞാൽ എന്താ സാധനം? നമ്മുടെ ജോലിയല്ലേ. ആ ജോലി അവിടെ ഇല്ലെങ്കിൽ പിന്നെ അവിടെ ഉണ്ടാവോ? ഇല്ലല്ലോ, ഇല്ല. ആ ജോലി ഇല്ലെങ്കിൽ പിന്നെ ആ കമ്പനിയിൽ നമുക്ക് സാലറി ഉണ്ടാവില്ലല്ലോ. പിന്നെ നമുക്ക് അവിടെ സ്ഥാനം ഉണ്ടാവോ? നമുക്കവിടെ ജോലി ഉണ്ടാവോ? കമ്പനി തിരക്കും കച്ചവടം വന്നാലേ നമുക്കവിടെ ജോലി ഉണ്ടാവുള്ളൂ. എങ്കിൽ ആ തിരക്ക് കാരണത്താൽ അള്ളാഹുവിനെ മറക്കാൻ പാടില്ല എന്നർത്ഥം. ആ തിരക്കിന്റെ പേരും പറഞ്ഞ് പരലോകത്തെ മറക്കാൻ പാടില്ല എന്നർത്ഥം. അതാണ് അള്ളാഹു പറഞ്ഞത്, നമ്മുടെ യോഗ്യത ഒന്നല്ല കേട്ടോ. നിങ്ങൾ ആരും വിചാരിക്കണ്ട. ഒരു പക്ഷേ നമുക്ക് നല്ല ജോലി കിട്ടി, നല്ല സാലറി കിട്ടുന്നു, 4 അക്ക ശമ്പളം 5 അക്ക ശമ്പളം ഒക്കെ ഒരു പക്ഷേ കിട്ടുന്നുണ്ടാവാം. എന്നാൽ ഇതൊന്നും നമ്മുടെ യോഗ്യതയായിട്ട് ആരും കാണണ്ടോ. അള്ളാഹുവാണേ ഒരാളും കാണണ്ട. അങ്ങനെ ഒരാളും അങ്ങനെ കാണണ്ട. കാരണം നമ്മളെക്കാൾ യോഗ്യതയുള്ള, നമ്മളെക്കാൾ കഴിവുള്ള, നമ്മളെക്കാൾ ആരോഗ്യമുള്ള എത്രയോ ആളുകൾ ഒരു ജോലിക്ക് വേണ്ടി പ്രയാസപ്പെടുന്നുണ്ട് അല്ലേ? എങ്ങനെയൊക്കെയോ പടച്ച റബ്ബ് നമ്മുടെയോ നമ്മുടെ ഉമ്മാന്റെയോ നമ്മുടെ വാപ്പാന്റെയോ ഒക്കെ ദുആ കേട്ടിട്ടാണ് പടച്ച റബ്ബ് നമുക്ക് തന്നത്. എങ്കിൽ ആ ജോലി കാരണം പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ മറക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ പോയാൽ
തീർച്ച. അള്ളാഹു തിരിച്ചെടുക്കാൻ വിചാരിച്ചാൽ പിന്നെ ഒരാൾക്കും തിരിച്ചു തരാൻ കഴിയില്ല കേട്ടോ. എന്തേ ഖുർആൻ ഓതാത്തത്? ആളുകൾ ചോദിക്കുക, എനിക്ക് ഓതാൻ പോലും സമയമില്ല അല്ലേ? നമ്മളങ്ങനെ ആരും, ഞാൻ പറഞ്ഞതിന് ചുരുക്കത്രയേ ഉള്ളൂ. ദുനിയാവിൻ്റെ ഏതെങ്കിലും തിരക്കിൻ്റെ പേരും പറഞ്ഞ്, അള്ളാഹു ദുനിയാവിൽ നൽകിയ അനുഗ്രഹങ്ങളുടെ പേരും പറഞ്ഞ് പരലോകത്തിൻ്റെ വിഷയത്തിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് തടസ്സമാകരുത് എന്നർത്ഥം. അങ്ങനെ പടച്ച റബ്ബിനെ മറന്നുപോയ മനുഷ്യനുണ്ടല്ലോ, ഇനി അവൻ ഓർമ്മ വരും. ഇനി അവൻ ഓർക്കും അള്ളാഹുവിനെ. എപ്പോഴാണെന്നറിയോ? ഇനി അവൻ്റെ കമ്പനിയിൽ നിന്നും അവനെ പിരിച്ചുവിടുമ്പോൾ, ഇനി അവൻ്റെ കമ്പനിയിൽ നിന്നും അവനെ പിരിച്ചുവിടുമ്പോൾ, അവൻ്റെ ജോലി നഷ്ടപ്പെടുമ്പോൾ അവൻ ഓർക്കും അള്ളാഹുവിനെ. നേരത്തെ രാവും പകലും ജോലി ഇല്ലാത്ത സമയത്ത് പടച്ച റബ്ബിനെ ദുആ ചെയ്ത് അള്ളാഹ് ഒരു ജോലി കൊടുത്തപ്പോ പിന്നെല്ലാം മറന്നു അവൻ. ദുനിയാവിലെ സൗകര്യം കൊടുത്തപ്പോ എല്ലാം മറന്നു അവൻ. ഇനി അവൻ ഓർമ്മ വരും, ഇനി അവൻ വിളിക്കും അള്ളാഹുവിനെ. എപ്പോഴാണെന്നറിയോ? സൂറത്ത് ഫുസ്സിലത്തിലെ 51-ാമത്തെ ആയത്ത് വായിച്ചു നോക്കൂ. അള്ളാഹ് പറയാ, വഇദാ അൻഅംനാ അലൽ ഇൻസാനി അഅറദ വനആ ബിജാനിബിഹി വഇദാ മസ്സഹു ശർറു ഫസൂ ദുആഇൻ അരീദ്. അള്ളാഹ് പറയാ, നാം ഒരു മനുഷ്യന് അനുഗ്രഹം ചെയ്താൽ പിന്നെ അവൻ തിരിഞ്ഞു പോകും, എന്നാൽ അവനൊരു പ്രയാസം ബാധിച്ചാൽ പിന്നെ അവൻ തിരിച്ചു വരും. നമുക്ക് മനസ്സിലാവണ്ടേ ഞാൻ പറയണത്? എന്ന് പറഞ്ഞാലേ ഇക്കൂട്ടത്തിൽ നമ്മൾ പെടാൻ പാടില്ല എന്നർത്ഥം. അള്ളാഹു നമുക്ക് തന്ന ഒരു അനുഗ്രഹവും പരലോകത്തിന്റെ വിഷയത്തിൽ നമുക്ക് തടസ്സാവാൻ പാടില്ല. എന്തേ ഖുർആൻ ഓതാത്തത് ഒരു ദിവസം? നമ്മൾ സാധാരണ റമദാനിലൊക്കെ പറഞ്ഞില്ലേ, എത്ര തവണ നമ്മൾ ഖുർആൻ ഓതി, എത്ര പേജ് ഒരു ദിവസം ഓതിയത്. പക്ഷെ റമദാൻ കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഖുർആൻ തുറക്കാത്ത ആളുകൾ ഒരു പക്ഷേ നമ്മുടെ കൂട്ടത്തിലില്ലെങ്കിലും നമ്മുടെ ചുറ്റുപാടിലുണ്ടാവും. ഇന്ന് വരെ ഖുർആൻ തുറക്കാത്ത ആളുണ്ടാവൂലേ? റമദാനിൽ കൃത്യമായി പള്ളിയിൽ പോകാൻ ശ്രമിച്ചിരുന്നവർ റമദാൻ കഴിഞ്ഞാൽ മാറ്റിവെച്ചവരുണ്ടാകൂലേ? എന്തേ കാരണം? ഈ തിരക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ തിരക്കിന്റെ പേരും പറഞ്ഞ് പരലോകത്തെ മറന്നാൽ, അള്ളാഹുവിന്റെ വിഷയത്തെ മറന്നാൽ തീർച്ചയായും സഹോദരങ്ങളെ ഫകഫറതു ബിഅൻഉമില്ലാ, ഇതാണ് നമ്മുടെ വിഷയം. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് തടസ്സമായി പരലോകത്തിന്റെ വിഷയം വരരുതേ എന്നാണ് ഇപ്പറഞ്ഞതിന്റെ ചുരുക്കം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കുറച്ച് ആളുകൾ ഇങ്ങനെ കടന്നു വന്നു. എന്നിട്ട് ചോദിച്ചു, എന്നിട്ട് പറഞ്ഞു, പ്രവാചകൻ അഭിസംബോധന ചെയ്യാണ്. എന്തെന്നറിയോ? യാ സയ്യിദനാ വബ്ന സയ്യിദനാ വയാ ഖൈറനാ, ഞങ്ങളുടെ നേതാവേ, ഞങ്ങളുടെ നേതാവിന്റെ മകനെ, ഞങ്ങളിൽ ഉത്തമനായവനെ. എന്തൊക്കെ പറഞ്ഞത്? ഞങ്ങളുടെ നേതാവേ, നേതാവിന്റെ മകനെ, ഞങ്ങളിൽ ഉത്തമനായവനെ. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേ, അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖൂലൂ ബിഖൗലിക്കും, നിങ്ങൾ പറഞ്ഞോ. എന്താണെന്നറിയോ? നിങ്ങളെ വാക്കുകളിൽ ശൈത്താൻ വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നിങ്ങൾ എന്നെ പുകഴ്ത്തുമ്പോൾ ആ വിളിയിൽ ശൈത്താനുണ്ടോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് നിങ്ങൾ വിളിക്കണം, അന മുഹമ്മദ് ഇബ്നു അബ്ദില്ലാ വറസൂലി. നിങ്ങൾ എന്നെ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാ എന്ന് വിളിച്ചോ, അല്ലെങ്കിൽ റസൂലുള്ളാഹി എന്ന് വിളിച്ചോ. വല്ലാഹി, അല്ലാഹുവാണ് സത്യം, മാ ഉഹിബ്ബു അൻ തർഫഊനി ഫൗക മാ റഫഅനി അല്ലാഹ്, അല്ലാഹു എന്നെ ഉയർത്തിയതിന്റെ മേലെ നിങ്ങൾ ഉയർത്തുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അല്ലേ? നമ്മളെ താഴെയുള്ള ഒരാൾ നമ്മളെ സാറെന്ന് വിളിച്ചില്ലെങ്കിലോ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെ വിളിക്കണമെന്നോ വിളിക്കണ്ടെന്നല്ല കേട്ടോ, അതൊക്കെ വേറെ വിഷയം. പക്ഷെ ഒരാൾ നമ്മളെ വിളിച്ചില്ല എന്നിരിക്കാം, എന്തായിരിക്കും അവസ്ഥ? അപ്പോഴേക്കും നമ്മളെ മുഖം എന്താ അവനെന്നെ വിളിക്കാഞ്ഞത്? നമുക്ക് അവനോട് അങ്ങനെ നോക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പുകഴ്ത്തി വിളിച്ചവനോട് പറയാണ്, അങ്ങനെ വിളിക്കണ്ട, അള്ളാഹു തന്ന ഒരു പദവിയുണ്ട്, അത് വിളിച്ചാൽ മതി എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പറഞ്ഞതിന് ചുരുക്കത്രയേ ഉള്ളൂ. അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി കാണിക്കണം. ദുനിയാവിൽ പടച്ച റബ്ബ് ഒന്നിനു പിറകെ ഒന്നായി നമുക്ക് ഇന്നലെ തരാത്ത പലതും ഇന്ന് തന്നിട്ടുണ്ട്. ഇന്നലെ തരാത്ത പലതും ഒരു നിങ്ങളുടെ ഇന്ന് എത്ര വയസ്സായി നിങ്ങൾക്ക്? അതിൻ്റെ കുറച്ച് മുമ്പ്, ഒരു പകുതി മുമ്പൊന്ന് മുന്നിലേക്ക് നോക്കി നിങ്ങൾ. അന്ന് കിട്ടാത്ത എത്ര അനുഗ്രഹങ്ങളായി നമ്മുടെ കയ്യിൽ അല്ലേ? ഇന്ന് കിട്ടിയ അനുഗ്രഹങ്ങളെക്കാൾ ഒരു പകുതി വർഷം മുൻപിലേക്ക്, ഇന്ന് എത്ര വയസ്സായോ അതിൻ്റെ പകുതി കൂട്ടാ, അതിൻ്റെ മുന്നിലേക്കൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ, 1 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
എങ്കിൽ ഇത് അള്ളാഹു നൽകിയതാണ്. ഈ അനുഗ്രഹങ്ങളുടെ പേരിൽ അള്ളാഹുവിനെ മറന്നാൽ അള്ളാഹുവിനെ മറന്നാൽ അള്ളാഹു നിന്നെ പിടികൂടും. ഉറപ്പാണ് ആ കാര്യം. ആരും വിചാരിക്കണ്ട ഇതൊന്നും അല്ലാഹു കാണൂല എന്ന് വിചാരിക്കണ്ട. അതാണ് ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞേ. നമ്മളൊന്നും ഇങ്ങനെ ചിന്തിച്ചിട്ട് പോലുണ്ടോ? നീ വേണ്ട, ഒരു പക്ഷേ ഈ കുട്ടികളൊക്കെ ഒന്ന് വളർന്ന് കുറച്ച് വലുതായി അവർക്ക് ഓർമ്മ വരുന്ന കാലത്ത് കൊറോണ പോലുള്ളൊരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവർ അങ്ങനൊരു കാലം, ക്വാറന്റൈൻ എന്തൊക്കെ പേരായിരുന്നു അല്ലേ? പഞ്ചായത്തടച്ച്, റോഡടച്ച്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ വീട്ടിലേക്ക് തിരിച്ചു വന്നാൽ ഒന്ന് മുസാഫഹത്ത് ചെയ്യാൻ പോലും കഴിയാതെ പോയിരുന്നൊരു കാലല്ലേ? നേരെ വീട്ടിലേക്ക് വരാം, ബാത്റൂമിലേക്ക് കയറാം, മൊത്തം കുളിച്ച് റെഡിയായി. അങ്ങനത്തെ ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട് മക്കളെ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ വിശ്വസിക്കൂല മക്കൾ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ വിചാരിക്കണ്ട ഇന്ന് നമുക്കുള്ള സൗകര്യങ്ങളൊന്നും നമ്മുടെ കഴിവും നമ്മുടെ യോഗ്യത ഒന്നുമല്ല കേട്ടോ. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ്. നമ്മളെക്കാൾ കഴിവും യോഗ്യതയുമുള്ള ഫറോവ പോലുള്ള, സമൂദ് പോലുള്ള, ആദ് പോലുള്ള സമുദായങ്ങളെ പടച്ച റബ്ബ് ഈ ദുനിയാവിൽ നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നു. ഖാറൂന്റെ ചരിത്രം പഠിച്ചവരാ നമ്മൾ അല്ലേ? നമ്മൾ സൂറത്തുൽ ഖസസ് എക്സാം എഴുതിയവരല്ലേ, പഠിച്ചവരല്ലേ ലേണിംഗ് ക്ലാസ്സിൽ? ഇന്നലെ വരെ ഖാറൂനെ കണ്ട് ആളുകൾ പറഞ്ഞു പോയി, ഇവനെ പോലെ പടച്ച റബ്ബേ ഞങ്ങളെ ഒന്ന് വേണ്ട, അവൻ്റെ കുറച്ചെങ്കിലും ഞങ്ങൾക്കൊന്ന് കിട്ടിയിരുന്നെങ്കിൽ. ഇന്ന് നേരം വെളുത്തപ്പോഴേക്കും ഭൂമി പിളർന്നു, ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞില്ലേ അവരെ? ദുനിയാവിലെ സൗകര്യങ്ങളും ഖാറൂനും ഹാമാനും ഫറോവയും ഒന്നിച്ച്, രാജാവും മന്ത്രിയും വലിയ സമ്പന്നനും ഒന്നിച്ച്. പക്ഷേ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവരൊക്കെ ചെറുതാ. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഇന്ന ബത്ഷ റബ്ബിക ലശദീദ്. അള്ളാഹു പിടിക്കാൻ വിചാരിച്ചാൽ അങ്ങോട്ട് പിടിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതവും, അത് നോട്ടത്തിലാവട്ടെ, സംസാരത്തിലാവട്ടെ, പെരുമാറ്റത്തിലാവട്ടെ, നമ്മുടെ പ്രവർത്തനങ്ങളിലാവട്ടെ, ഒന്നിലും പാടില്ല. അള്ളാഹിനെ മറന്നുകൊണ്ട് അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്ന വിഷയത്തിൽ, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കുന്ന വിഷയത്തിൽ ദുനിയാവിലെ ഏതെങ്കിലും ഒരു വിഷയം നമുക്ക് തടസ്സമായി വരാൻ പാടില്ല. ഇപ്പറഞ്ഞതിനർത്ഥം എല്ലാവരും ഡ്യൂട്ടിയൊക്കെ ഒഴിവാക്കി നാളെ മുതൽ ദഅവത്തിന് ഇറങ്ങണമെന്നല്ല പറഞ്ഞതിനർത്ഥം. മറിച്ച് അള്ളാഹു ഈ നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് പരലോകത്തിൻ്റെ വിഷയം നമുക്ക് തടസ്സമായി നിൽക്കാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ച റബ്ബിനെ ഭയപ്പെട്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, നീ തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെയൊക്കെ പലരുടെയും ഉമ്മമാർ, ഉപ്പമാർ, അള്ളാഹുവേ വല്യപ്പമാർ, വല്യമ്മമാർ, അവർക്ക് നീ സ്വർഗം നൽകണേ റഹ്മാനെ. നാഥ, അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, രോഗം കൊണ്ടും പ്രായം കൊണ്ടും പ്രയാസപ്പെടുന്നവർ, എല്ലാ അർത്ഥത്തിലും നീ അവർക്ക് സമാധാനം നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഒരുപാട് തിന്മകൾ, തെറ്റുകുറ്റങ്ങൾ, അബദ്ധങ്ങൾ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്തു മാപ്പാക്കി നീ ഞങ്ങൾ അനുഗ്രഹിക്കണേ റഹ്മാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഇണകളിലും മനസ്സിന് സമാധാനവും കണ്ണിന് കുളിർമയും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, മരണം വരെ തൗഹീദ് അനുസരിച്ച് ജീവിച്ച് 5 നേരം കൃത്യമായി ജീവിച്ച് അങ്ങനെ ജീവിച്ച് മരണപ്പെട്ടു പോകുന്നവരിൽ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഇണകളെയും ഞങ്ങളുടെ തലമുറകളെയും ഉൾപ്പെടുത്തി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, നാളെ പരലോകത്ത് നിൻ്റെ കോടതിയിൽ ഞങ്ങൾ വന്ന് നിൽക്കുമ്പോൾ, സൂര്യൻ തലക്കുറിച്ചാൺമീത കത്തിജ്വലിച്ച് നിൽക്കുമ്പോൾ, 7 വിഭാഗം ആളുകൾക്ക് തണലിട്ട് കൊടുക്കുമ്പോൾ, അതിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിലെങ്കിലും അള്ളാഹുവെ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ, നിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേൾക്കാനും പറയാനും ഒരുമിച്ച് കൂടി ഈ സമയം നാളെ പരലോകത്ത് ഇരട്ടിയായി നാഥ നീ ഞങ്ങൾക്ക് തിരിച്ചു തരണേ റഹ്മാനെ. അള്ളാഹുവെ, പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ പറഞ്ഞവർക്കും കേട്ടവർക്കും മരണം വരെ ജീവിതത്തിൽ പകർത്തി പുലർത്തി ജീവിക്കാനുള്ള മഹാസൗഭാഗ്യം റബ്ബേ നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار
ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين اللهم صل على محمد وعلى